إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്നതിൽ സൽക്കർമ്മനിരതമായ മത്സരം നടത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന, അതിനുവേണ്ടി സാൻമാർഗികമായ സൽക്കർമ്മനിരതമായ ജീവിതത്തിൽ തുടർച്ചയുണ്ടാക്കുന്ന, നിലനിർത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുള്ള സൗഭാഗ്യം അവൻ നമുക്ക് സദാ നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ ഏറെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ റമളാൻ മാസം 12 അറബ് ഹിജറ വർഷ മാസങ്ങളിൽ ഏറെ പുണ്യമാക്കപ്പെട്ടതും പവിത്രവും അനുഗ്രഹീതവുമാണ്. ദിനങ്ങളിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ടത് ജുമഅയാണ്, വെള്ളിയാഴ്ച ദിനമാണ്. അപ്പൊ അനുഗ്രഹീത മാസത്തിലെ അനുഗ്രഹീത ദിനത്തിലാണ് ഈ മാസത്തിലെ രണ്ടാമതൊരിക്കൽ കൂടി ജുമഅയിൽ പങ്കെടുക്കാൻ നമുക്ക് അള്ളാഹു സൗഭാഗ്യം നൽകിയിരിക്കുന്നത്. അള്ളാഹു നമ്മൾ ഇതുവരെ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും പൂർണ്ണ പ്രതിഫലം നൽകി കബൂൽ ചെയ്യുമാറാകട്ടെ. 2 ആഴ്ചത്തോളമായി വ്രതാനുഷ്ഠാനത്തിൻ്റെ വിവിധ സൽക്കർമ്മനിരതമായ ജീവിതത്തിലൂടെ ശാരീരികവും മാനസികവുമായ വിശുദ്ധി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ 2 ആഴ്ചക്കാലത്തെ റമളാനിക ജീവിതത്തിൽ നമ്മൾ സംതൃപ്തരാണോ എന്ന ആത്മവിചാരണ നടത്തുക.
കൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന അവസരങ്ങൾ അനുസരിച്ച് അനുഗ്രഹങ്ങൾക്കനുസൃതമായി പടച്ച റബ്ബ് നമ്മുടെ ഈ റമദാനിക ജീവിതം പാതി പിന്നിടുന്ന സമയത്ത് തൃപ്തിപ്പെടുമോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിവിധ ആരാധനകൾ, അനുഷ്ഠാന മുറകൾ നിർവഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിന് വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുന്നു. നമ്മൾ ശരീരം കൊണ്ട് നമസ്കാരമടക്കമുള്ള ഇബാദത്തുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നാവ് കൊണ്ട് ഫദ്കുറൂനി അദ്കുർക്കും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുവാനുള്ള വിഷയം, സാമ്പത്തിക രംഗത്തുകൂടി സമ്പൂർണമായ സംസ്കരണം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാനിൽ ആ വിഷയവും പലപ്പോഴായി സജീവമായ ചർച്ചക്ക് വരാറുണ്ട്. സമ്പത്തിനെ സംസ്കരിക്കുന്നതിൻ്റെ ഭാഗമായി നിരന്തരമായി ദാനധർമ്മങ്ങൾ, സ്വതക്ക നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ നിലക്കൊക്കെ പാവങ്ങളെ പരിഗണിക്കുവാൻ, നിരാലംബരായ മനുഷ്യരുടെ കൂടെ നിൽക്കുവാൻ, അവരുടെ കണ്ണീരൊപ്പുവാൻ, വിവിധ ജീവകാരുണ്യ സംരംഭങ്ങൾക്കെല്ലാം സമ്പത്തിൻ്റെ വിഹിതം നീക്കിവെക്കാനുള്ള നമ്മുടെ അഥവാ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മനസ്സ് വലുതാണ് എന്ന് പലരും പറയാറുള്ളതാണ്. എന്നാൽ ഇസ്ലാം കാര്യങ്ങളിൽ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട അനുഷ്ഠാന കർമ്മം സക്കാത്ത്, അതതിൻ്റെ ഒരു മുൻഗണനാക്രമം അനുസരിച്ച്, അതിൻ്റെ നിസാബ് അനുസരിച്ച്, തോതനുസരിച്ച് കൃത്യതയിൽ നിർവഹിക്കുന്നിടത്ത് പലപ്പോഴും നമ്മിൽ പാളിച്ചകൾ സംഭവിക്കുന്നു എന്നത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഓരോരുത്തരും അവരവരുടെ ഇച്ഛക്കും ഇഷ്ടത്തിനും അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അത് എൻ്റെ സക്കാത്ത് കൊടുക്കലായി, സമ്പത്തിൻ്റെ നിർബന്ധദാനം നിർവഹിക്കലായി എന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണ ആദ്യം നമ്മൾ മാറ്റണം. ഇസ്ലാം കാര്യങ്ങളിൽ നിർബന്ധ കർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അനുഷ്ഠാന മുറകളെല്ലാം അതിൻ്റെ മുൻഗണനാക്രമം അനുസരിച്ച് നിർവഹിക്കേണ്ടവരാണ് വിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ വിചാരണക്ക് വിധേയമാകുമ്പോൾ രക്ഷ ലഭിക്കാനും നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിലൂടെ സ്വർഗം കരസ്ഥമാക്കാനും നരകമോചനം നേടിയെടുക്കുക എന്നതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിന് ഗുണകരമാകുന്ന വിധത്തിലുള്ള മുൻഗണനാക്രമമാണ് അനുഷ്ഠാന മുറകളിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഷഹാദത്ത്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മാതൃകാ പുരുഷനാണ്, മാതൃകാ വഴിയാണ് എന്ന ഷഹാദത്തൊക്കെ ഒഴിഞ്ഞ് നമ്മൾ ജീവിക്കുന്നു. രണ്ടാമതായി നമസ്കാരം നിർവഹിക്കണം. മൂന്നാമത് സക്കാത്ത്, നാലാമത് നോമ്പ്, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന്റെ ഒരുക്കങ്ങൾ അഥവാ അഞ്ചാമത് ഹജ്ജാണ്. ഇതിലിപ്പോൾ ഈ റമദാൻ മാസത്തിൽ തന്നെ രണ്ടാം കാര്യമാകുന്ന നമസ്കാര വിഷയത്തിൽ ഉദാസീനത വരുത്തുന്ന എത്രയോ ആളുകളുണ്ട്. അത് നമ്മൾ ആലോചിക്കണം. സുബൈ ജമാഅത്തിന് പങ്കെടുക്കാതെ വിശുദ്ധ റമദാനിന്റെ പകലിൽ നോമ്പുകാരായി പ്രവേശിക്കുന്നവർ നമുക്ക് ഇടക്കുണ്ട്, നമ്മുടെ മക്കളിലുണ്ട്. ഇനിയും അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രയോറിറ്റിയും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നിരങ്ങിക്കൊണ്ടെങ്കിലും നിങ്ങൾ സുബഹിക്ക് പള്ളിയിലെത്തണം എന്ന ഹദീസ് നമ്മൾ കേൾക്കാതെ പോയത് കൊണ്ടാണോ? സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും എല്ലാം മെച്ചപ്പെട്ടതാകുന്നു എന്ന് പ്രവാചകൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ സുബൈ നിർബന്ധ നമസ്കാരത്തിന്റെ പ്രതിഫലവും പ്രാധാന്യവും എത്രത്തോളമായിരിക്കും? സുബൈന്റെ 2 റക്അത്ത് സുന്നത്തിന് അത്രമേൽ വലുപ്പമുണ്ട്, പ്രതിഫല വർധനവുണ്ട് എങ്കിൽ അപ്പൊ സുബൈ നഷ്ടപ്പെടുത്തി നോമ്പിലേക്ക് കടക്കുന്നവരുണ്ടോ ഈ 2 ആഴ്ചക്കുള്ളിൽ? അങ്ങനെ നോമ്പുകാരായി തീർന്നവരുണ്ട് എങ്കിൽ തിരുത്തണം നമ്മൾ. അതേപോലെ തന്നെ നോമ്പ് തുറയുടെ പേര് പറഞ്ഞ് മഗ്‌രിബിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയ ആളുകൾ, നോമ്പ് തുറന്ന് മഗ്‌രിബിന്റെയും ഇശാഇനും അടക്കമുള്ള സമയം ആലസ്യമാക്കി ഭക്ഷണ ആധിക്യം കൊണ്ട് റെസ്റ്റ് എടുത്ത് അവസാനം തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തുന്ന സമയത്ത് ഇശാ ജമാഅത്തിന്റെ എല്ലാ റക്അത്തുകളും നഷ്ടപ്പെട്ട് പരാജിത മുഖഭാവത്തോടുകൂടി പിന്നീട് കോർണർ വൽക്കരിച്ചുകൊണ്ട് ഇശാ നമസ്കാരം പള്ളിയുടെ ഒരു മൂലയിൽ വെച്ച് ഒറ്റക്ക് നമസ്കരിക്കുന്ന ഹതഭാഗ്യര്, നിർബന്ധ ജമാഅത്ത് ഇശാ നഷ്ടപ്പെടുത്തി അങ്ങനെ തറാവീഹ് നമസ്കാരത്തിലേക്ക് മെല്ലെ കയറി നിൽക്കുന്ന ആളുകൾ അവരവരോട് ചാരിതാർത്ഥ്യം കാണിച്ചു എന്നതല്ലാതെ വിശുദ്ധ റമളാനിന്റെ ചൈതന്യത്തോടും നോമ്പിലൂടെ ലഭിക്കുന്ന തഖ്വയിലേക്കും ഉയർന്നു വരാത്തവരാണ്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ വിശുദ്ധ റമളാനിക ജീവിതത്തിൽ
സുബൈ ജമാഅത്ത് നഷ്ടപ്പെടുന്ന, മഗ്രിബ് ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന, ഇശാ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ആളുകളിൽ നമ്മൾ പെടരുത്. അതേപോലെ രാത്രി നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുമുണ്ട്. തറാവീഹ് എന്ന പേരിൽ നിർവഹിക്കപ്പെടുന്ന സുദീർഘമായ ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുകയാണ് മുസ്ലിം ലോകം. ഇസ്ലാമിക ലോകത്ത് വിവിധ പള്ളികളിൽ, മഹല്ലുകളിൽ, ചെറുതും വലുതുമായ മസ്ജിദുകളിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായി മാസത്തിൽ ഖുർആനിന്റെ തിലാവത്ത് അഭംഗുരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പല പള്ളികളിലും പല സ്ഥലങ്ങളിലും നടക്കുമ്പോൾ നമ്മൾ അങ്ങാടികളിലാണോ, സോഷ്യൽ മീഡിയകളിലാണോ, ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലുമായി ആ ഒരു മണിക്കൂറെങ്കിലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി തൻ്റെ നാഥന്റെ മുമ്പിൽ ഖിയാമും സാഷ്ടാംഗം നമിക്കലും ഒക്കെയായി അടുക്കുന്ന അവസരം ഈ മാസത്തിൽ നമ്മൾ നേടിയെടുത്ത് വേണം അടുത്ത മാസത്തിൽ പ്രവേശിക്കുമ്പോൾ അത് മിനിമം 1 റക്അത്ത് അല്ലെങ്കിൽ 3 റക്അത്ത് എന്ന നിലക്കെങ്കിലും അതിനെ ക്രമീകരിച്ച് തുടർച്ചയുണ്ടാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും അങ്ങനെ റമളാനിക ജീവിതത്തിലെ നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ സാമ്പത്തിക രംഗത്തുകൂടി ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. സാമ്പത്തിക ശുദ്ധീകരണം, തസ്കിയത്തില്ലാതെ ഈ പറഞ്ഞ വിഷയങ്ങളടക്കം നിർവഹിച്ചത് കൊണ്ട് ലഭിക്കുന്നതല്ല സ്വർഗം. നരകവിമോചനവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. സമ്പത്ത് വളരെ പ്രധാനമാണ്, നമുക്കറിയാവുന്നതാണ്. സാമ്പത്തിക മേഖലയിലാണ് പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. പല ബന്ധങ്ങളും ഒന്നുമല്ലാതാകുന്നത്, കുടുംബങ്ങൾ പലപ്പോഴും തകരുന്നത്, സൗഹൃദങ്ങളൊക്കെ ഛിന്നഭിന്നമായി തീരുന്നത് സാമ്പത്തിക രംഗത്താണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ്, നോമ്പിനെ കുറിച്ചല്ല. ഹജ്ജിനെ കുറിച്ചോ നമസ്കാരത്തെ സംബന്ധിച്ചോ അല്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ച്. വിശുദ്ധ ഖുർആൻ 3 തലത്തിൽ സമ്പത്തിനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഖൈർ, നന്മയാണ്; ഖിയാം, നിലനിൽപ്പ്; ഫദ്ലുല്ലാ, അള്ളാഹുവിന്റെ ഔദാര്യം എന്ന നിലക്ക്. അപ്പോൾ നന്മയാണ് സമ്പത്ത്, പറയേണ്ടതില്ല. ഖിയാം, നിലനിൽപ്പ് എന്നാണ് വലിയൊരു പ്രയോഗമാണ് നടത്തിയത്. നമുക്ക് നമ്മുടെ സാമൂഹിക, കുടുംബ, ഉപജീവന മേഖലകളിൽ സമ്പത്ത്, അതിൻ്റെ ഖിയാം, അത് നിലനിൽപ്പിന് എത്രത്തോളം സാഹചര്യം ഒരുക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക്, അനുഷ്ഠാന മുറകളിലൂടെ സാമൂഹിക ബോധത്തിലേക്ക് പ്രവേശിക്കേണ്ട ആളുകൾ എന്ന നിലക്ക് നമ്മുടെ സമ്പത്തിനെ സംബന്ധിച്ച് പടച്ചറബ് ഖിയാം എന്ന് പറഞ്ഞത് നമ്മുടെ സമ്പത്ത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും നിലനിൽപ്പ് മാത്രമല്ല എന്നും, നമ്മുടെ സമ്പത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു, ലക്ഷ്യം വെക്കുന്നു എന്ന് തിരിച്ചറിയണം. അതാണ് സമ്പത്ത് നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ. ആ നിലനിൽപ്പ് നമ്മൾ സാധ്യമാക്കുന്നത് സദഖ കൊടുക്കുന്നതിലൂടെയാണ്. ഹദിയ കൊടുക്കുന്നു, സദഖ കൊടുക്കുന്നു, അതേപോലെ തന്നെ ഇടപാട്, കടം നൽകുന്നു, അതേപോലെ നിസാബ് അനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നു. ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് സമ്പത്ത് പകുത്തു കൊടുക്കപ്പെടുന്ന സമയത്ത് പലരുടെയും ജീവിതത്തിന് പ്രതീക്ഷ ഉണ്ടാവുകയാണ്, പലരുടെയും ജീവിതം നിലനിൽപ്പിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ സമ്പത്തിനെ ഖിയാം എന്ന് പ്രയോഗിച്ചത് ഇസ്ലാമിക ഉമ്മത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഫദ്ലുല്ലാ, അള്ളാഹുവിന്റെ ഔദാര്യം കൂടിയാണ്. നമ്മുടെ കഴിവാണ്, മികവാണ് എന്ന സ്വാർത്ഥതയിലേക്ക്, ഖാറൂൻ ഹാമാൻ സംസ്കാരത്തിലേക്ക് സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിക ഉമ്മത്തിലെ ഒരാൾ പോലും കടക്കാൻ പാടില്ല. കോടീശ്വരന്മാരും ലക്ഷാധിപതികളും ഉണ്ടാകും, ബില്യനേഴ്സും മില്യനേഴ്സും ഒക്കെ ഉണ്ടാകും. 10 വർഷം വലിയ അധ്വാനം നടത്തുന്ന മനുഷ്യൻ, 2 ആളുകൾ വലിയ അധ്വാനം നടത്തുമ്പോൾ കഠിന പരിശ്രമം നടത്താത്ത, വലിയ ത്യാഗം സഹിക്കാത്തവന്റെ കൈകളിലേക്ക്, അക്കൗണ്ടിലേക്ക് അള്ളാഹുവിന്റെ നിഅമത്തായി സമ്പത്ത് വരാം. അതൊരു പരീക്ഷണമായി നൽകുകയാണ്. സമ്പത്ത് കുറയുന്നതും പരീക്ഷണമാണ്, കൂടുന്നതും പരീക്ഷണമാണ്. ദാരിദ്ര്യം ഫിത്നയാണ്, പരീക്ഷയാണ്. സമ്പന്നതയും അതേപോലെ തന്നെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഔദാര്യമായി, നമ്മുടെ മികവ് കഴിവുകൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്തിന്റെ നിഅമത്തിന്റെ ഭാഗമായി നൽകപ്പെട്ട സമ്പത്തിനെ സംബന്ധിച്ച് പരലോകബന്ധിതമായ സാക്ഷരത നമുക്കുണ്ടാകണം. കുറഞ്ഞ കാലയളവിലേക്ക്, വളരെ കുറഞ്ഞ സമയമാണ് പടച്ചറബ് നമ്മെ ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ അടക്കി വാഴുന്ന, ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എങ്ങനെയും ചെലവഴിക്കാം, നേടാം എന്നൊക്കെ വിചാരിക്കുന്ന സാമ്പത്തിക രംഗം എല്ലാ കാലത്തും നമ്മുടെ കൂടെയുണ്ടാകുമെന്ന്. മരിച്ചു പിരിഞ്ഞ ആളുകൾ എന്താണ് കൊണ്ടുപോയത്? പ്രവാചകൻ പറഞ്ഞല്ലോ, അവർ കഴിച്ചത് അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ഉപയോഗപ്പെടുത്തി, അവർ ധരിച്ചത് അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ഉപയോഗപ്പെടുത്തി, പിന്നെ അവർ കൊടുത്തത് എന്താണോ അതാണ് പിന്നീട് നിലനിൽക്കുന്നത്, അവർ ഉപയോഗപ്പെടുത്തുന്നതിൽ തുടർച്ചയുണ്ടാകുന്നത് എന്ന് പറയാൻ. ബാക്കി അനന്തരാവകാശികൾക്കുള്ളതാണ്. വലിയ കാറിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം പിന്നെ മയ്യത്ത് കട്ടിലാണ് അവന്റെ അവസാനത്തെ യാത്ര. ബെൻസിലോ അല്ലെങ്കിൽ BMW വലിയ കാറുകളിലോ അവനെ പള്ളിക്കാട്ടിലേക്ക്, ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയില്ല.
വലിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടാകും. 3 ഖണ്ഡത്തിലാണ് അവൻ മടങ്ങുക. തിരങ്ങാടി യത്തീംഖാനയുടെ ശില്പി MK ഹാജി 3 ഖണ്ഡത്തിൽ കുഞ്ഞു മുഹമ്മദ് ഹാജിയാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിന്റെ പേര് 3 ഖണ്ഡത്തിൽ എന്നാണ് എന്ന്. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ പ്രകാശിതമായിട്ടുണ്ട്. അപ്പോ 3 ഖണ്ഡത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിന്റെ പേര് പോലെ തന്നെ എൻ്റെ അസറ്റും സമ്പത്തും സംവിധാന സൗകര്യങ്ങളും ഒക്കെ വിട്ടേച്ചുകൊണ്ട് 3 ഖണ്ഡത്തിൽ ഈ ലോകത്ത് നിന്ന് മടങ്ങാനുള്ളവന് കൂടിയാണ് ഞാൻ. 3 ഖണ്ഡമാണ്. നമ്മുടെ കൂടെ നമ്മുടെ അസറ്റൊന്നും വരൂല. ഖബറിൽ ആരും കൊണ്ടുവന്ന് വെക്കുകയില്ല. നമ്മുടെ സ്വർണവും നമ്മുടെ വെള്ളിയും നമ്മുടെ ഏക്കറും നമ്മുടെ ലോക്കറും പറമ്പുകളും ഒരു സംവിധാനം നമ്മൾ തനിച്ച് പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അൽ മാലു മാലുല്ലാ, സമ്പത്തൊക്കെ അടിസ്ഥാനപരമായി അള്ളാന്റെതാണ്. വൽ അർളു അർളുല്ലാ, നിങ്ങൾ അതിർത്തിയൊക്കെ നിശ്ചയിക്കും, പക്ഷേ ഭൂമിയൊക്കെ പടച്ച റബ്ബിൻ്റെതാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു കുറഞ്ഞ കാലത്തേക്ക് ക്രയവിക്രയത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള സാമ്പത്തിക രംഗത്ത് സംസ്കരണമുണ്ടാക്കുന്ന നിലപാടുകൾ ഉണ്ടാക്കണം. സ്വതക്കയും സക്കാത്തും കൊടുത്ത് സാഹോദര്യത്തിന്റെ, സഹജീവി സ്നേഹത്തിന്റെ, സാമ്പത്തിക സമത്വത്തിന്റെ നല്ല പാഠങ്ങൾ ഇസ്ലാമിക ഉമ്മത്തിന്, ഒരു ബൗസര സമൂഹത്തിനടക്കും അല്ലാതെയും ഒക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 11-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. ഫൈൻ താബു, അവർ തൗബ ചെയ്യുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. നമ്മൾ തുടങ്ങിയില്ലേ, തറാവീഹ് നമസ്കരിക്കുമ്പോൾ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഓരോ ദിവസവും നോമ്പനുഷ്ഠിക്കുന്ന സമയത്ത് ലഭിക്കുന്നത് തൗബയാണ്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതേപോലെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ചെയ്തു പോയ തെറ്റുകൾ പടച്ച റബ്ബിനോട് ഏറ്റുപറഞ്ഞ് മനസ്സിൽ അടിഞ്ഞുകൂടിയ തിന്മകളുടെ മാറാലയെ തൗബയുടെ തെളിജലം കൊണ്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ, പ്രവർത്തനം, പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. ഫൈൻ താബു, അവർ തൗബ ഇരക്കുകയാണ്. നമ്മൾ പടച്ച റബ്ബിലേക്ക് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരിഹരിക്കുകയാണ്. വഅഖാമുസ്സലാത്ത, നമസ്കാരവും നിലനിർത്തുന്നു. സുബയും ദുഹറും അസറും മഗ്രിബും ഇശാവും കഴിഞ്ഞ 11 മാസത്തിൽ നിന്ന് വ്യത്യസ്തമായി സമയബന്ധിതമായി നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമസ്കാരം എന്ന ബോധം നമുക്ക് തിരിച്ചു കിട്ടി. എന്നിട്ടത് നിർവഹിക്കാനും തുടങ്ങി. അനുബന്ധമായി ഐച്ഛിക കർമ്മങ്ങൾ, രാത്രി നമസ്കാരം, ളുഹാ നമസ്കാരം, തഹിയ്യത്ത് നമസ്കാരം, അങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളും ഈ മാസം സൽക്കർമ്മ നിരതമാകേണ്ട ഈ മാസത്തിൽ നമ്മൾ ശീലിക്കാൻ തുടങ്ങിയെങ്കിൽ അടുത്ത ഭാഗം അവർ സക്കാത്തും കൊടുക്കുന്നവരാണ് എന്ന്. അപ്പൊ ഇതിൽ നമ്മൾ തൗബ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ, നമസ്കാരം നിരന്തരമായി നിർവഹിക്കുന്ന ശീലത്തിലേക്ക് എത്തിയെങ്കിൽ സക്കാത്തും അവർ കൊടുത്തു വീട്ടുന്നവരാണ് എന്ന് പറയാണ്. അപ്പൊ സക്കാത്തും കൊടുത്തു വീട്ടേണ്ടതാണ്. അതിന്റെ ഗൗരവവും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള വിഷയങ്ങൾ പഠിപ്പിച്ചതുപോലെയോ അതിലുപരിയായി കൊണ്ടോ ഈ ഉമ്മത്തിനെ അറിയിച്ചതാണ്. സക്കാത്തിന്റെ പ്രാധാന്യം അറിവില്ലായ്മ കൊണ്ട് അലസരാക്കുന്ന നിലപാട് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ഇതര കർമ്മങ്ങളെ ബാധിക്കുകയും ചെയ്യും. സക്കാത്ത് എന്ന് പറയുന്നത് പിശുക്കിൽ നിന്നുള്ള മോചനവും അതേ അവസരത്തിൽ ധൂർത്തിനെതിരെയുള്ള പ്രതിരോധവുമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. പിശുക്കിനെതിരെ നിന്നുള്ള മോചനം, മനുഷ്യന് കിട്ടിയ എൻ്റെ സമ്പത്ത് ഞാൻ ആർക്കും കൊടുക്കൂല എന്നതിൽ നിന്നൊക്കെ പരലോകബോധമുള്ള, സ്വർഗ പ്രതീക്ഷയുള്ള, നരകമോചനം ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം, ഒരു മുസ്ലിമത്ത് ആ ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിശുക്കുന്നൊക്കെ രക്ഷപ്പെടുക. എൻ്റേത് മാത്രമല്ല എന്ന ബോധം ഉണ്ടായിത്തീരാൻ ലളിതമായ ആ കാര്യം മനസ്സിലാക്കുകയാണ്. മറ്റുള്ള മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കുകയാണ്. അത് കൃഷിയായിരുന്നാലും കച്ചവട വസ്തുക്കളായിരുന്നാലും നാണയമായിരുന്നാലും അതേപോലെ കന്നുകാലികളായിരുന്നാലും എന്തായിരുന്നാലും ഒരാളിങ്ങനെ പാടത്ത് വയലിൽ കൃഷി ചെയ്യുമ്പോൾ ഇസ്ലാമിക സമൂഹം, ഇസ്ലാം വിഭാവന ചെയ്യുന്ന സാമൂഹ്യ സ്വാസ്ഥ്യം, സാഹോദര്യം എത്രത്തോളമാണ്. ആ കൃഷി ചെയ്യുന്ന മനുഷ്യന്റെ കാർഷിക കൃഷിപ്പാടങ്ങളിലേക്ക് നോക്കി, വയലിലേക്ക് നോക്കി, നിങ്ങൾ ഈ നട്ടുകൊണ്ടിരിക്കുന്ന ഞാറ്, അതിലൂടെ ഉണ്ടാകുന്ന അരി, നെല്ല്, ഇതിൽ നിന്നൊരു പോർഷൻ എനിക്കും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് 8-ാം അധ്യായം സൂറത്ത് തൗബയിൽ പരാമർശിക്കപ്പെട്ട മിസ്കീൻ ഫഖീറിന് ആ വയലിന്റെ സമീപത്തുകൂടി നടന്നു നീങ്ങാൻ കഴിയും. കാരണം അതിന്റെ നിസാബ് എത്തിക്കഴിഞ്ഞാൽ അതിൽ എനിക്കും ഉണ്ട് എന്ന ബോധം ഉണ്ടാകാൻ, ഇത് നടുന്ന മനുഷ്യൻക്കും അതുണ്ടാകാം. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല റബ്ബേ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവർക്ക് കൂടി സ്ഥാനമുള്ള, അർഹത ഉള്ള സമ്പത്ത് ഞാൻ ഇതാ നേടിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇതിന്റെ നിസാബ് അനുസരിച്ച് നിശ്ചിത വിഹിതം നീക്കിവെക്കാൻ സ്വമേധയാ ഞാൻ തയ്യാറാണ് എന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പിശുക്കുണ്ടാകൂല, പ്രയാസങ്ങൾ ഉണ്ടായി തീരുകയില്ല, ധൂർത്തുണ്ടാകൂല. കാരണം കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട വിധത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ധൂർത്തടിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുമോ? അതൊരു പൈശാചിക നിലപാടാണ്, അതുണ്ടാവുകയില്ല.
വിശുദ്ധ ഖുർആനിൽ 30-ലധികം സ്ഥലങ്ങളിൽ നിർബന്ധ ദാനം സക്കാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ 28 സ്ഥലങ്ങളിലും നമസ്കാരവും സക്കാത്തും ഒരുമിച്ച് ചേർത്താണ് പറഞ്ഞത്. 28 സ്ഥലങ്ങളിൽ നമസ്കാരവും സക്കാത്തും. ഇതിന്റെ അർത്ഥം എന്താ? നമസ്കരിക്കുന്ന മിക്ക ആളുകൾക്കും സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥയുണ്ടാകുന്ന ഒരു സൂചന അതിലുണ്ട്. അതല്ലാതെ കോടീശ്വരന്മാർക്ക് അതൊക്കെ എനിക്കുള്ളതല്ല, ഞങ്ങൾക്കൊന്നും അത് ബാധകമല്ല എന്ന നിലക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും നിങ്ങൾ വിലയിരുത്തണം. കുടുംബജീവിതത്തിൽ മക്കളോട്, മാതാപിതാക്കളോട്, ഇണകൾ, കുടുംബ സംവിധാനങ്ങളിലൊക്കെ ചർച്ച ചെയ്യണം. സക്കാത്തിന്റെ ഇനങ്ങളെ സംബന്ധിച്ച് നമുക്ക് വല്ലതും കൊടുക്കാനുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കണം. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 34-35 സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഗൗരവം അറിയിക്കുന്നുണ്ട്. ആ ഗൗരവം അറിയിക്കുമ്പോൾ 34-ാമത്തെ ആയത്ത് തുടങ്ങുമ്പോൾ മനുഷ്യരെ നിങ്ങൾ സൂക്ഷിക്കണം, പുരോഹിതന്മാര് നിങ്ങളിലെ സമ്പത്ത് അന്യായമായി ഹനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സക്കാത്തിനെ കുറിച്ചും നിർബന്ധ ദാനത്തെ കുറിച്ചും ഒക്കെ പടച്ചറബ് പറയുന്നത്. പുരോഹിതന്മാരായ ആളുകൾ അന്യായമായി മനുഷ്യന്റെ സമ്പത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. അത് മറ്റൊരു തോട്ടാണ്, മറ്റൊരു ചിന്തയാണ്. കാരണം എന്താ? സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുണ്ടായിട്ടും അതൊന്നും കൊടുക്കാതെ നൂറേ ഹബീബും അതല്ലാത്ത ഹബീബും അതല്ലാത്ത നൂറുകളും ഒക്കെയായി അവിടെ തിങ്ങി നിറഞ്ഞു കൂടി ഊരിക്കൊടുക്കുകയാണ്. സ്വർണവും സമ്പത്തും എല്ലാം നീക്കിവെക്കുകയാണ്. ഈ നീക്കിവെക്കുന്ന ആളുകളിൽ പലർക്കും സക്കാത്ത് അതിന്റെ ജെന്യൂനായി കൊടുക്കേണ്ടതുണ്ടാകും. അത് കൊടുക്കേണ്ടത് കാൽക്കുലേഷൻ നടത്തി കൊടുക്കാനുള്ള ദീനീ ബോധത്തിലേക്ക് എത്തൂല. എന്നിട്ട് പൗരോഹിത്യം നയിക്കുന്ന സദസ്സുകളിലേക്ക് ചെന്നുകൊണ്ട് എല്ലാം പതിച്ചു കൊടുക്കുന്ന ഏറെ സങ്കടകരമായ കാഴ്ച ഉണ്ടാകും. അത് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അല്ലാഹ് പറയാ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, ആരാണോ സ്വർണവും വെള്ളിയും ഒക്കെ നിധിയായി ശേഖരിച്ചു വെക്കുന്നത്, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരത് ചെലവഴിക്കുന്നില്ല എങ്കിൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. എങ്ങനെയാണ് ആ ശിക്ഷ? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അത് നരകത്തിൽ നിന്നുള്ള തീ കൊണ്ട് ചുട്ടുപഴിപ്പിക്കപ്പെടുകയാണ്. അവര് നിധിയാക്കി ശേഖരിച്ചു വെച്ചത് ഈ സ്വർണവും വെള്ളിയും ഒക്കെ. ഫതുഖ്വാ ബിഹാ ജിബാഹും, എന്നിട്ട് അവരുടെ പാർശ്വഭാഗങ്ങളിൽ, നെറ്റിത്തടങ്ങളിൽ, മുതുകുകളിൽ, വദുഹൂറുഹും, അവ മുതുകിലും നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും നരകത്തീ കൊണ്ട് ചുട്ടുപഴിപ്പിച്ച അവരുടെ സ്വർണവും വെള്ളിയും ഒക്കെ അങ്ങനെ ഇസ്തിരി ഇടുകയാണ്. തുക്വ എന്നാ പ്രയോഗിച്ചത്. അറബിയിൽ ഇസ്തിരിപ്പെട്ടിക്ക് അയൺ ബോക്സിന് മിക്വാത്തി എന്നാ പറയാം. അതിന്റെ ക്രിയാരൂപമാണ് തുക്വ എന്ന് പറയുന്നത്. എന്തായിരിക്കും അവസ്ഥ? നരകച്ചൂടിൽ നിന്ന് ഇസ്തിരി ഇടുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയും ഹാദാ മാ കനസ്തും, ഇതാണ് നിങ്ങൾ നിധിയായി ശേഖരിച്ചു വെച്ചത്. ലോക്കറിൽ ആരും അറിയാതെ, സക്കാത്ത് സെല്ല് അറിയാതെ, മഹല്ല് സംവിധാനങ്ങൾ അറിയാതെ, മനുഷ്യരെ പറ്റിച്ച് ഒന്നും കൊടുക്കാനില്ല എന്ന് വെച്ച് ഏതെങ്കിലുമൊക്കെ കളക്ഷനിലേക്ക് 500 1000 ഒക്കെ നീക്കി വെച്ച് ആളായി തീർന്ന് അതിലുപരിയായിക്കൊണ്ട് ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എങ്കിൽ അത് പിടിച്ചെടുക്കണം, അതിന്റെ ഗൗരവം അറിയിക്കണം, ചെന്ന് ചർച്ച ചെയ്യണം. ആ ചർച്ചക്കൊന്നും വരാത്ത രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെ തോന്നലുണ്ടാക്കി ബാക്കി നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു എങ്കിൽ ഇതാണ് നിങ്ങൾ ആ നിധിയാക്കി വെച്ചതിൽ അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി, ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഐഹിക ലോകത്ത് നിധിയാക്കി വെച്ചത് പരലോകത്ത് ഇതാ നിങ്ങൾക്ക് ഈ രൂപത്തിലാണ് ഫേസ് ചെയ്യുന്നത്, നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറയാൻ. ഈ അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കൾക്കും ഇണകൾക്കും കല്യാണം കഴിഞ്ഞ് പോയവർക്കും കൊണ്ടുവന്നവർക്കും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഹദീസിൽ മൻ ആതാഹുല്ലാഹു മാലൻ, അള്ളാഹു ആർക്കെങ്കിലും സമ്പത്ത് കൊടുത്തു, ഫലം യുഅദ്ദി സക്കാത്ത, ആ സമ്പത്തിന്റെ ഇനങ്ങൾ ഏതൊക്കെയാകട്ടെ അതിൽ നിന്ന് അതിന്റെ സക്കാത്ത് കണക്കനുസരിച്ച് കൊടുത്തില്ല എങ്കിൽ മുസ്തില ലഹു മാലുഹു ശുജാഅൻ അഖറ, ഒരു തരം സർപ്പമാക്കിയിട്ട് അള്ളാഹു അവന്റെ സമ്പത്തിനെ പരലോകത്ത് മാറ്റും. എന്നിട്ട് ആ സർപ്പം പറയും യഖൂലു അന മാലുക വ കൻസുക, കൊത്തിയിട്ട് അവന്റെ ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് പറയും ഞാനാണ് നിന്റെ നിധി, നിന്റെ സമ്പത്ത്. സുമ്മ തലാ ആദിഹിൽ ആയ, എന്നിട്ട് പ്രവാചകൻ ഈ ആയത്ത് ഓതി വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൽ അവന് കൊടുത്തതിൽ അവൻ പിശുക്ക് കാണിക്കുന്നത് അവൻക്ക് നല്ലതാകുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. നമ്മൾ പിശുക്ക് കാണിച്ച് സമ്പത്തിന്റെ സക്കാത്ത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ആയത്തുകളും ഹദീസുകളും പരിചയപ്പെടുത്തുന്ന ശിക്ഷയുടെ ഏറെ ബീഭത്സകമായ അവസ്ഥയാണ്. അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. സിദ്ദീഖുൽ അക്ബർ ഭരണസാരഥ്യം ഏറ്റെടുത്തപ്പോൾ ചില ആളുകൾ പറഞ്ഞു പ്രവാചകനാണ് ഞങ്ങൾ സക്കാത്ത് കൊടുത്തത്, പ്രവാചകൻ മരിച്ചു പിരിഞ്ഞു, ഇനി ഞങ്ങൾ സക്കാത്തൊന്നും കൊടുക്കൂല
എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ പ്രതികരണം എന്തായിരുന്നു? വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലൗ ഖാതിലന്ന, തീർച്ചയായും ഞാൻ യുദ്ധം ചെയ്യുന്നതാണ്, പോരടിക്കുന്നതാണ്. മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാഹ്, സകാത്തും നമസ്കാരത്തിലും വേർതിരിവ് വരുത്തുന്നവർ. റസൂലിന്റെ കാലത്ത് നിങ്ങൾ നിസ്കരിച്ചു, ഇനി ഇതാ എന്റെ കാലത്ത് നിങ്ങൾ നമസ്കരിക്കും. റസൂലിന്റെ കാലത്ത് നിങ്ങൾ സക്കാത്ത് കൊടുത്തു, എന്റെ കാലമാകുമ്പോൾ എന്താണ് നിങ്ങൾ സക്കാത്തിന്റെ വിഘാതവും വീഴ്ചയും വരുത്തുന്നത്? ആരാണോ സക്കാത്തിനെയും സക്കാത്തിനെയും നമസ്കാരത്തെയും വേർപിരിച്ചത് എങ്കിൽ ഫൈന സക്കാത്ത് ഹഖുൽ മാൽ, അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, സക്കാത്ത് സമ്പത്തിൽ നിന്ന് നിർബന്ധമായി കൊടുക്കേണ്ടതാണ്, സമ്പത്തിന്റെ ബാധ്യതയാണ്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ മനഊനി ഇഖാലൻ, നിങ്ങൾ ആരെങ്കിലും പ്രവാചകന് ആടിനെയോ ഒട്ടകത്തെയോ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ ഒട്ടകത്തിന്റെ കഴുത്തിൽ അതിന്റെ കയറുണ്ട് എങ്കിൽ ആ കയറും നിങ്ങൾക്ക് പ്രവാചകന് സക്കാത്തായിട്ട് ആ സമയത്ത് ബൈത്തുൽ മാലിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കയറടക്കം എനിക്കും തന്നോളം. കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാ, ആ കയറടക്കം മുടക്കിക്കഴിഞ്ഞാൽ അവരുമായി ഞാൻ പോരടിക്കും, യുദ്ധം ചെയ്യുമെന്നാണ്, ഇറങ്ങി പുറപ്പെടുമെന്ന്. അതിന്റെ ഗൗരവത്രയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലവും പ്രവാചകന് ശേഷവും സിദ്ദീഖുൽ അക്ബറും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും ഒക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ച നിർബന്ധ കർമ്മത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള നിർബന്ധ കർമ്മങ്ങൾ അത് ബാധിക്കും. ഇസ്ലാമിക ഉമ്മത്ത് ഈ വിഷയത്തിൽ പിടിക്കപ്പെടും. നമുക്കതുണ്ടാകാൻ പാടില്ല. സക്കാത്ത് നൽകണം. വളരെ ലളിതമായി മനസ്സിലാക്കാനുള്ളതാണ്. നമ്മൾ നോമ്പിന്റെ മസലകളൊക്കെ മനസ്സിലാക്കും. വെള്ളം ഇങ്ങോട്ടിറങ്ങിയാൽ ഇഞ്ചക്ഷൻ അടിച്ചാൽ ഇങ്ങനെ എല്ലാം ചോദിച്ചറിഞ്ഞ് അതിന്റെ ബാഹ്യമായ വിധിവിലക്കുകളൊക്കെ പാലിക്കും. അതേപോലെ ഹജ്ജിന് പോകുന്ന ആളുകൾ യൗമു തർവിയ, യൗമു അറഫ, യൗമു നഹർ, അയ്യാമു തശ്രീഖ്, മുസ്ദലിഫയിൽ, അറഫയിൽ, തവാഫിൽ എല്ലാം പഠിച്ച് മനസ്സിലാക്കും. യാത്രകൾ ചെയ്ത് ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ അതിന്റെ വിധിവിലക്കുകൾ പഠിച്ചെടുക്കാൻ വേണ്ടി മാസങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ വലിയ എഫേർട്ട് എടുക്കും. എന്തേ ആ എഫേർട്ട്? ഒരാഴ്ച വേണ്ട, ഒരു ദിവസം വേണ്ട, ഹാഫ് ഡേ വേണ്ട, വിത്തിൻ 1 hour, 1 മണിക്കൂർ വേണ്ട, അരമണിക്കൂർ കൊണ്ട് കൊടുക്കാൻ സന്മനസ്സുള്ള ആളുകൾക്ക് സമ്പൂർണമായി പഠിച്ചെടുത്ത് നിർവഹിച്ച് നിർവൃതിയടയാൻ സാധിക്കുന്ന അതിമനോഹരമായ അനുഷ്ഠാന കർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. 590 ഗ്രാം വെള്ളിക്ക് സമാനമായ പണം നമ്മുടെ കയ്യിലുണ്ട്, ഒരു വർഷം തികഞ്ഞിട്ടുണ്ട്, അടിസ്ഥാന ചെലവ് മാറ്റിവെച്ച് 590 ഗ്രാം വെള്ളിയുടെ പണം നമ്മുടെ ബാങ്കിലുണ്ട്, കൈവശമുണ്ട് എങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അതാണ് അതിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ. അല്ലേ? അതിന്റെ നിസാബ് അതാണ്. പലതിനും പല നിസാബ്. എങ്കിൽ ശമ്പളവും കച്ചവടവും വാടകയും ഷെയറും ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയൊക്കെയുള്ള സക്കാത്ത് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 2.5%. അതാണ് 2 കൊടുക്കാനുള്ളൂ. ഒരു ബത്തക്ക 25 കഷ്ണമാക്കിയാൽ ഒരു കഷ്ണം മറ്റുള്ളവർക്ക് കൊടുക്കുക, ബാക്കി 24 കഷ്ണം നമുക്ക് എടുക്കാം. അങ്ങനെ ആ ഒരു കഷ്ണം എല്ലാവരും ബത്തക്ക വാങ്ങി മുറിച്ച് ആ ഒരു കഷ്ണം ബാക്കിയുള്ളവർക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ പല കുടുംബങ്ങൾക്കും 8 വിഭാഗങ്ങളിൽപ്പെട്ട മിസ്കീൻ, കടബാധിതർ, ദരിദ്രർ അവർക്കൊക്കെ ഒരു ഫുൾ വത്തക്ക ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. മനസ്സിലായില്ലേ? നമ്മൾ നമ്മളുടേത് നീക്കി വെച്ചാൽ മതി, ബാക്കി സക്കാത്ത് സെൽ നിർവഹിക്കും. ഇവിടെ നമുക്ക് സക്കാത്ത് സെല്ലുണ്ട്, അതിന്റെ സംവിധാനം ഉണ്ട്. അവിടെ നിങ്ങളുടെ സമ്പത്ത് അസറ്റ് അനുസരിച്ച് സ്വർണ്ണാണോ, വെള്ളിയാണോ, ശമ്പളമാണോ, ബിൽഡിംഗ് വാടകയാണോ, കൃഷിയാണോ, കന്നുകാലിയാണോ, എന്താണോ ഉള്ളത് എങ്കിൽ അത് കൊടുക്കേണ്ട നിസാബിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കി ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കഷ്ണം നിങ്ങൾ ഇവിടെ ഏൽപ്പിച്ചാൽ അത് ഫുൾ കഷ്ണമാക്കിയിട്ട് പാവപ്പെട്ട മനുഷ്യർ ഇനിയും ചോർന്നൊലിക്കുന്ന വീട്ടിൽ വരാനുള്ള മഴക്കാലത്ത് കിടക്കാൻ പാടില്ലാത്ത വിധത്തിൽ പൂർത്തീകരിക്കുന്ന വീടുകളായി മാറ്റുന്നിടത്ത് സക്കാത്ത് സെല്ല് പങ്കുവഹിക്കും. ഉപജീവനത്തിന് വേണ്ടി കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് ഒരു ആപ്പ വണ്ടി, ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാൻ സക്കാത്ത് സെല്ല് അതിന് റെഡിയാണ്. ക്രിയാത്മകമായ അതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സംഘടിതമല്ലാതെ ഒരാൾ 27-ാം രാവിലെ സിറ്റ് ഔട്ടിൽ ഇരിക്കുക, ബാക്കി എല്ലാവരും വീട്ടിലേക്ക് കയറി ചെല്ലുക, 5, 10, 15, 20, 250 എന്ന നിലക്ക് വീതം വെച്ച് കൊടുക്കുന്നതല്ല. അത് സ്വതക്കയാണ്. സക്കാത്ത് കൊടുക്കുന്നിടത്ത് വാങ്ങുന്ന ആൾക്ക് അഭിമാനക്ഷത ഉണ്ടാകാൻ പാടില്ല. സക്കാത്ത് സെല്ലിൽ ഏൽപ്പിച്ചുകൊണ്ട് അതുവഴി കൊടുക്കപ്പെടുമ്പോ ആ നാട്ടിൽ ആരുടെ സക്കാത്താണ്, ഏത് ആചാര്യരുടെ സക്കാത്താണ്, ഏത് റിച്ച്മാൻ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആരുടെ സക്കാത്തിന്റെ വിഹിതമാണ് എന്റെ വീട് നിർമ്മാണത്തിന്, എന്റെ ഡയാലിസിസിന്, എന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് കിട്ടിയിട്ടുള്ളത് എന്ന് ആ വാങ്ങുന്ന ആൾക്കറിയില്ല. അതുകൊണ്ട് ആരോടും പ്രത്യേകം കടപ്പാട് കാണിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിലും സക്കാത്ത് അങ്ങനെയാണ്, പാവപ്പെട്ടവന്റെ അവകാശമാണ്, അല്ലല്ലാതെ സമ്പന്നർ കൊടുക്കുന്ന ഔദാര്യമല്ല. ദോഹർ നമസ്കരിക്കുന്നത് പോലെ സക്കാത്ത് കൊടുക്കണം.
നിർബന്ധ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ സക്കാത്ത് കൊടുത്തോളണം, നിർബന്ധ ദാനമാണത്. അത് നിർവഹിച്ചില്ലെങ്കിൽ ശിക്ഷയാണ്, സ്വർഗം നഷ്ടപ്പെടലാണ്, മറ്റുള്ള കർമ്മങ്ങളെ ബാധിക്കലാണ്. ആ നിലക്ക് കൊടുക്കുക എന്ന്. അപ്പോ 590 ഗ്രാം, എത്രയാ ഒരു ഗ്രാമിന് 110 റുപ്യ. അവർ 590 ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ ഒരു 65,000 റുപ്യ, അറൗണ്ട് 65,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഒരു വർഷം തികഞ്ഞ് ബാലൻസ് ആയിട്ടുണ്ട് എങ്കിൽ അതിന്റെ 2.5% കൊടുക്കുക. എന്തിനാണ് ആ 8 വിഭാഗത്തിന്റെ പാവപ്പെട്ട മനുഷ്യരുടെ സമ്പത്ത് കലർത്തിയിട്ട് പ്രാർത്ഥന നിഷ്ഫലമാക്കി കളയുന്നത്, തൗബ ഒന്നുമല്ലാതാക്കി കളയുന്നത്, നോമ്പൊക്കെ വ്രതാവിലാക്കി തീർക്കുന്നത്? എന്തിനാണ് നമ്മൾ ആ കൊടുക്കേണ്ടത് കൊടുക്കുക? 1,00,000 രൂപയുണ്ടെങ്കിൽ 2.5% 2,500 രൂപ. അപ്പൊ 97,500 രൂപ നമുക്കും മക്കൾക്കും ഹലാലായി പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാം, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. അതല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ഡ്രസ്സ് വാങ്ങേണ്ട സമ്പത്തിന്റെ ഒരു വിഹിതം നമ്മുടെ സമ്പത്തിലുണ്ടാകും. അത് വേണോ? അങ്ങനെ ഉണ്ടായി നമ്മുടെ കുടുംബജീവിതം നന്നാകോ? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പെരുമാറ്റം നന്നാകോ? നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുമോ? സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാകും. ഐഹികമായും പാരത്രികമായും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി തീർക്കും. അത് പാടില്ല. ആ 2,500 രൂപ കൊടുക്കുക. ഇനി സ്വർണമാണ് എങ്കിൽ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് സ്വർണത്തിന് സക്കാത്തില്ല എന്ന്. ഹദീസ് ഓതാൻ സമയമില്ല. പ്രവാചകന്റെ അടുത്തേക്ക് യമനിൽ നിന്നൊരു സ്ത്രീ വന്ന് കയ്യിൽ 2 വളയുണ്ടായിരുന്നു, ഉസ്വറത്തുമിൻ ദഹബിൻ. ഫഖാല ലഹുമാ, പ്രവാചകൻ ചോദിച്ചു, അയസുറുകുമാ അൻ യുസവ്വിറകും അല്ലാഹു ബിഅസ്വിറത്തിൻ മിൻ നാർ, നരകത്തിൽ നിന്നുള്ള 2 വള, സ്വർണ്ണവള അണിയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. 2 വളയുള്ളത് എത്രയെന്നും കൂടി ചോദിച്ചിട്ടില്ല, എത്ര പവനാന്നും കൂടി ചോദിച്ചു. എന്താണോ ഉള്ളത് അതിന് കൊടുക്കണം എന്നിടത്താണ്. അവിടെയും 590 ഗ്രാം വെള്ളിക്ക് സമാനമായ, ആ പണത്തിന് സമാനമായ സ്വർണം കൈവശമുണ്ട് എങ്കിൽ അതിൽ നിന്ന് അതിന്റെ 2.5% കൊടുക്കുക എന്നുള്ളതാണ്. ഇനി പത്രത്തോളം എത്തിയില്ല. ഒരു പൊതു കർമ്മശാസ്ത്ര നമ്മൾ എടുക്കുന്ന നിലപാട് എന്ന നിലക്ക് 10.5 പവൻ 85 ഗ്രാം ഇവിടെ എടുക്കുക. 85 ഗ്രാം എന്നതെടുത്താൽ തന്നെ കോടിക്കണക്കിന് രൂപ അവശരായ ആളുകൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ഇസ്ലാമിക മഹല്ലുകളിൽ പരന്നൊഴുകും, കവിഞ്ഞൊഴുകും. കാരണം ഓരോ മുസ്ലിം വീടുകളിലും എത്രയാ സ്വർണ്ണുള്ളത്. മകന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അവിടെ പെണ്ണിന്റെ വാപ്പ ഒരു ഗിഫ്റ്റായി ഹദിയായിട്ട് ആ മകൾക്ക് 20 പവൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആലോചിച്ചോ. കഴിഞ്ഞ ഷാബാനിൽ കല്യാണം നടന്നു, ഈ റമദാനായി 1 വർഷം തികഞ്ഞു. മരുമകളോട് ചോദിച്ചോ, മകനോട് ചോദിച്ചോ? അതല്ലെങ്കിൽ നമ്മൾ മകൾക്ക് ഒരു 20 പവൻ കൊടുത്ത് കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു. കഴിഞ്ഞ ഷാബാനിൽ അവള് സൽക്കാരം, പുതിയാപ്പള സൽക്കാരൊക്കെ നടത്തും, വീട്ടിലേക്ക് വരും, കൂടിയാലോചന നടത്തിയ നിനക്ക് 20 പവൻ തന്നിരുന്നു. 1 പവന് 65,000 രൂപയാണ്. അപ്പൊ 10 പവന് 6.5 ലക്ഷം രൂപ, 20 പവന് 13 ലക്ഷം രൂപയാണ്. 13 ലക്ഷം രൂപയുടെ 2.5% 1 വർഷം തികഞ്ഞിരിക്കുകയാണ്, നിന്റെ കയ്യിലുണ്ട്, നീയാണ് അതിന്റെ ഉടമ. ഭർത്താവ് പരലോകത്തുണ്ടാകൂല, വാപ്പിമ്മ ഉണ്ടാകൂല. അവനവൻ രക്ഷപ്പെടുത്തണം. കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞതാണ്, നീ സമ്പത്ത് നിന്ന് എന്നോട് ചോദിച്ചു ഞാൻ തരാം, പക്ഷെ അങ്ക്തി നഫ്സക മിനന്നാർ, നരകത്ത് നിന്ന് നിന്റെ തടിയെ നീ തന്നെ കാത്തുകൊള്ളണമെന്ന്. അതുകൊണ്ട് മക്കളോട് പറയണം, ഭർത്താവ് ഏതെങ്കിലും ഉദാസീനത, അലസത കാണിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ തടിയെ നരകത്തിൽ എത്തിക്കരുത് എന്ന്. 20 പവൻ 13 ലക്ഷം രൂപയുണ്ട്. 1 ലക്ഷത്തിന് 2,500 രൂപ, 10 ലക്ഷത്തിന് 25,000 രൂപ, 12 ലക്ഷത്തിന്റെ സ്വർണമുണ്ടെങ്കിൽ 30,000 രൂപ, അതേപോലെ 13 ലക്ഷത്തിന്റെ സ്വർണമുണ്ടെങ്കിൽ 32,500 രൂപ. സൂറത്ത് തൗബയിൽ പറഞ്ഞ 8 വിഭാഗത്തിൻ്റെതാണ്. ആ 32,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ 20 പവൻ അത് ഹലാലായി, അതല്ലെങ്കിൽ അത് ഹറാമായി. പിന്നെ അത് ധരിച്ചു നടന്നാൽ, അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, അതുവഴി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പിന്നെ പറയേണ്ടതില്ല. അതിനും നിരവധി ഹദീസുകൾ. അതുകൊണ്ട് ഹറാമ്, മറ്റുള്ളവരുടെ അവകാശം നമ്മുടെ സമ്പത്തിൽ ഒരു നിലക്കും വരാൻ പാടില്ല. അതൊക്കെ കംപ്ലീറ്റ് കൊടുത്തു വീട്ടിയിട്ടാകട്ടെ നമ്മൾ അവസാനത്തെ 10ലേക്കും ഇസ്തിഗ്ഫാറിലേക്കും തറാവീഹിലേക്കും ഒക്കെ നമ്മൾ പോകാൻ ആവേശം കാണിക്കേണ്ടത് ഈ വിഷയത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ട് അതുവഴി നരകത്തിൽ എത്തപ്പെടുന്ന, അതുവരെ നിർവഹിച്ച കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി തീരുന്ന വലിയ വിഡ്ഢിത്തം ഒരിക്കലും നമ്മൾ കാണിക്കരുത്. ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതൊന്നും മക്കളോ മറ്റുള്ളവരൊന്നും ഏറ്റെടുക്കൂല. മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മയ്യത്ത് കൊണ്ടുവന്ന പള്ളിയിൽ വെച്ച് മക്കളൊക്കെ അനൗൺസ്മെന്റ് നടത്തി പറയും, വാപ്പ സമ്പന്നനായിരുന്നു, സാമൂഹിക ജീവിതം നയിച്ചിരുന്നു, വല്ല ഇടപാടും നടത്തിയതിൽ ആർക്കെങ്കിലും വല്ല കടബാധ്യത ഉണ്ടെങ്കിൽ മക്കളായ ഞങ്ങളായിട്ട് സംസാരിക്കണം, ഞങ്ങൾ റെഡിയാണ് എന്ന് മുഹമ്മദും അബ്ദുസത്താറൊക്കെ അനൗൺസ്മെന്റ് നടത്തും. പക്ഷേ ബാക്കിലും സൈഡിലുള്ള ആളുകളൊക്കെ പറയാതെ പറയും, വാപ്പേതായാലും മരിച്ചൊരു 10,000 റുപ്യ തരാണ്ടായിരുന്നു, അത് ഞങ്ങൾ വിട്ടെടുത്തോളാം മുഹമ്മദേ, ഇജ് തരാനുള്ള 25,000 തന്നാളടാ, എന്നാൽ തന്നെ ഞങ്ങൾ അൽഹംദുലില്ലാ പറയും. ഇതായിരിക്കും ബാക്കിലുള്ള ആളുകൾ പറയുക. ഇതിലെ ഇതാണ് നമ്മളെ വാപ്പാരിമാരെയൊക്കെ കടബാധ്യത മക്കൾ ഏറ്റെടുക്കുന്നതിന്റെ ഒരു കോലതാണ്. അങ്ങനെ എന്നാൽ നിങ്ങൾ പള്ളിയിൽ ഒരു അനൗൺസ്മെന്റും കേൾക്കാറില്ല. എൻ്റെ ഉമ്മ
അത്യാവശ്യം സ്വർണ്ണൊക്കെ ഉണ്ടായിരുന്നു, ചില അസറ്റൊക്കെ ഉണ്ടായിരുന്നു. സക്കാത്ത് സെല്ലൊക്കെ എല്ലാ വർഷവും വന്ന് കൂടിയാലോചന നടത്തി അതിന്റെ വിഹിതം വാങ്ങാറുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും വർഷം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം വാങ്ങാൻ അത് ശ്രദ്ധ പോയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ മക്കളായിട്ട് സമീപിക്കണം. ഉമ്മാന്റെ സ്വർണത്തിലെ സക്കാത്തിന്റെ വിഹിതം നീക്കിവെച്ചതിന് ശേഷമേ ഉമ്മയുമായി ബന്ധപ്പെട്ട സ്വത്തിന്റെ അനന്തര കാര്യങ്ങൾ ഞങ്ങൾ ചർച്ചക്കെടുക്കുകയുള്ളൂ. വാപ്പ സമ്പത്തുണ്ടായിരുന്നു, ബിസിനസ് ഉണ്ടായിരുന്നു, എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ മക്കൾ മനസ്സിലാക്കുന്നത്. മയ്യത്ത് കൊണ്ടുവച്ച് അനൗൺസ് ചെയ്യാൻ. ഇങ്ങനെ അനൗൺസ്മെന്റ് കേൾക്കാറുണ്ടോ നിങ്ങൾ? കടത്തിന്റെ അനൗൺസ്മെന്റ് കേൾക്കും. വാപ്പാന്റെ സക്കാത്തിന്റെ ഒരു വിഹിതം എന്തെങ്കിലും കൊടുക്കാനുണ്ട് എങ്കിൽ കമ്മിറ്റി ഉടനെ വീട്ടിലേക്ക് വരണം, അത് ഞങ്ങൾ കൊടുത്തു തീർക്കാൻ ബാധ്യസ്ഥരാണ്. എന്നിട്ട് പിതാവിന്റെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീതം വെക്കലിലേക്കൊക്കെ ഞങ്ങൾ മക്കൾ കടക്കുകയുള്ളൂ എന്ന് നമ്മൾ ആരും കേൾക്കാറില്ല. അപ്പൊ അതുകൊണ്ട് പിതാക്കന്മാരെ, സമ്പത്തുള്ളവരെ മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനന്തര സ്വത്ത മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ സഹോദരിയുടെ കയ്യിന്റെ വിരലില് 1 ഗ്രാം സ്വർണ്ണമോതിരം കണ്ടു കഴിഞ്ഞാൽ, പാവം അത്രയും സ്വർണത്തോട് ഇഷ്ടമുണ്ടായിരുന്നു, അത് അവള് കബറിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു മഹിളയും പറയൂല. ഊരിന്റെ അടുത്താളെ എന്തിനാഞ്ഞിപ്പോൾ മയ്യത്തായി 3 കഫൻ കുട കൊണ്ട് പൊതിയാൻ പോവാണ്, കഫൻ ചെയ്യാൻ പോകാൻ, അതുകൊണ്ട് ഊരിയെടുത്താളാ എന്ന് പറയും. അതല്ലെങ്കിൽ ബാക്കി അനന്തര സ്വത്തിൽ അടിപിടി കുടുംബക്കാരും മക്കളും നടത്തും. അപ്പൊ നമുക്ക് വല്ലതും അസറ്റായി ഉണ്ടാകണമെങ്കിൽ സ്വതക്കാ ജാരിയ, ദാനധർമ്മം കൊടുക്കുക, സക്കാത്ത് നിസാബ് അനുസരിച്ച് സക്കാത്ത് കൊടുക്കുക, അതൊക്കെ നമുക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ. എക്സ്ട്രാ ദാനം കൊണ്ട് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നിർബന്ധ ദാനം കൊണ്ട് അതിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടുകൂടി റമളാനും സക്കാത്തും തമ്മിൽ പരസ്പര ബന്ധമില്ലെങ്കിൽ പോലും വർഷം കണക്കാക്കാൻ വേണ്ടി റമളാനിനെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട്, അങ്ങനെയാണല്ലോ കഴിഞ്ഞ റമളാൻ ടു ഈ റമളാൻ, റബീഉൽ അവ്വൽ ടു റബീഉൽ അവ്വൽ, ശഅബാൻ ടു ശഅബാൻ, അങ്ങനെയാ വർഷം കണക്കാക്കൽ. അല്ലാതെ ജനുവരി ടു ജനുവരി, ഡിസംബർ ടു ഡിസംബർ അതല്ല. മറിച്ച് റമളാൻ, കഴിഞ്ഞ റമളാൻ മുതൽ അവിടുന്ന് തുടങ്ങി ശവ്വാൽ മുതൽ ഈ വരുന്ന ഈ റമളാൻ അടക്കം 12 മാസം കാൽക്കുലേഷൻ നടത്തിയിട്ട് വർഷം കണക്കാക്കാൻ റമളാനിനെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് റമളാനിൽ തന്നെ കൂടിയാലോചനകൾ നടത്തി നമ്മളൊക്കെ കൊടുക്കേണ്ട സക്കാത്തിന്റെ ഇനങ്ങളും വിഹിതങ്ങളും കൃത്യമായി തരം തിരിച്ച് അളന്ന് മുറിച്ച് കൊടുത്തോളണം. ഉണ്ടായില്ലേ? സക്കാത്ത് കൊടുക്കേണ്ടത് 7255 രൂപയാണെങ്കിൽ കൂട്ടണ്ട, കുറക്കും വേണ്ട, ആ കൃത്യതയിൽ കൊടുത്താൽ മതി. ളുഹർ 4 റക്അത്ത് 5 ആക്കണ്ട, മനസ്സിലായില്ലേ? 4 റക്അത്ത് തന്നെ അതേ കണിശത, അതേ കൃത്യത സക്കാത്തിന്റെ കാൽക്കുലേഷനിലുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, സംവിധാനങ്ങളും ടെക്നോളജികളും എമ്പാടുമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇസ്ലാം കവാടം എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, ഓൺലൈൻ ഓതന്റിക് ഇസ്ലാമിക് പഠന സൈറ്റാണ്. ഒരുപാട് റിസോഴ്സുകൾ നിങ്ങൾക്കതിൽ നിന്ന് ലഭിക്കും. അവർ പുറത്തിറക്കിയിട്ടുള്ള ഇസ്ലാം കവാടം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മതി. ഇസ്ലാം കവാടത്തിന്റെ സക്കാത്ത് കാൽക്കുലേറ്റർ ഉണ്ട്. ആ സക്കാത്ത് കാൽക്കുലേറ്റർ നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്താൽ ഏതൊക്കെ ഇനങ്ങൾക്കാണോ സക്കാത്ത് കൊടുക്കേണ്ടത് അത് അതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കൊടുക്കണമെന്ന് കൃത്യമായിട്ട് കിട്ടും. ഇന്ന് ആ ഇസ്ലാം കവാടത്തിന്റെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോഞ്ചിങ് നടക്കുകയാണ്. ഇന്ന് അനന്തരാവകാശം ഇസ്ലാമിക ഉമ്മത്തിൽ പലപ്പോഴും സംശയമുള്ളതാണ്. അനന്തരാവകാശ കാൽക്കുലേറ്റർ, അനന്തരാവകാശം എത്ര വിഹിതം ഏതൊക്കെയാണ് ആർക്കൊക്കെയാണ് എന്ന് അതിൽ അടിച്ചു കഴിഞ്ഞാൽ അവരിന്ന് അള്ളാഹു അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ഓതന്റിക്കായ സക്കാത്ത് കാൽക്കുലേറ്ററും സംവിധാനങ്ങളും പണ്ഡിതന്മാരും പുസ്തകങ്ങളും ആയത്തും ഹദീസും ഒക്കെ ഉണ്ടായിട്ടും ഇത് അറിഞ്ഞ മേനി നടക്കാതെ മരിക്കുന്നത് വരെ നമുക്ക് നടക്കാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെ ആരും ഉണ്ടാവുകയില്ല. അള്ളാഹു നമ്മെ ഇഹത്തിലും പരത്തിലും സംരക്ഷിക്കുകയും രക്ഷപ്പെടുത്തുകയും കാരുണ്യവും നൽകുകയും ചെയ്യുന്ന വിധത്തിൽ സമ്പത്തിനോട് നീതി പുലർത്തുവാനും അതിൽ നിന്ന് ചിലവഴിക്കേണ്ട വിധത്തിൽ ചിലവഴിക്കുവാനുമുള്ള സന്മനസ്സും തഖ്വയും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, ഒന്നാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ച സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംശയമുള്ളവരൊക്കെ അത് ദൂരീകരിക്കണം. ഇൻഷാ അല്ലാഹ് ജുമുഅക്ക് ശേഷം അതിനുള്ള കുറഞ്ഞ സമയ അവസരം ഉണ്ടായിരിക്കും. അതല്ലാത്ത റിസോഴ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഓരോരുത്തരും അവരവർ കൊടുക്കേണ്ട വിഹിതവും ബാധ്യതയും എത്രയാണ് എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന് സൂചിപ്പിക്കുവാനുള്ളത്, വിശുദ്ധ റമളാൻ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ്. ഇത് ബദറായിരുന്നാലും മക്ക വിജയമായിരുന്നാലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനമടക്കം റമളാനിലാണ് നടന്നത്. അപ്പോൾ റമളാൻ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകം ഓർക്കപ്പെടുന്നത് റമളാൻ 17 നടന്ന ബദറാണ്. എന്നാൽ ആ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വായനകളും നടന്നുകൊണ്ടിരിക്കുകയാണ്.
ജീർണതയിലേക്കും തീവ്രതയിലേക്കും നയിക്കുന്ന വായനകളൊക്കെ നടക്കുമ്പോൾ ബദർ എന്ന് പറയുന്നത് ഒരു അതിജീവന പോരാട്ടമാണ്. നീതിക്കും നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു. തൗഹീദിന്റെയും തവക്കുലിന്റെയും തളഹിയത്തിന്റെയും തഖ്തീത്തിന്റെയും ദുആഇന്റെയും ഒക്കെ സാക്ഷ്യപത്രമാണ് ബദർ എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ച റബ്ബിൽ എല്ലാം സമർപ്പിച്ച് അവനെ വിളിച്ച് പ്രാർത്ഥിച്ച് അവനിൽ തവക്കുലാക്കി വിജയം വരിച്ചിരിക്കുകയാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. 8-ാം അധ്യായം സൂറത്തു അൻഫാലിലെ 9-ാമത്തെ ആയത്തിൽ സഹാബികളും പ്രവാചകരും പടച്ച റബ്ബിനോട് സഹായം തേടി അള്ളാഹു അവർക്ക് ആയിരക്കണക്കിന് മാലാകമാരെ ഇറക്കി സഹായിച്ചു എന്നാണ്. ബദറിന്റെ സന്ദേശം തൗഹീദാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സർവ്വകാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കുക. എന്നാൽ ഒരു കാര്യം വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് അങ്ങേയറ്റത്തെ തഖ്തീത്ത്, ആസൂത്രണം നടത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളും അൻസാറുകളുമായിട്ട് കൂടിയാലോചനകളൊക്കെ നടത്തി അവരുടെ കംപ്ലീറ്റ് സപ്പോർട്ട് തേടി. സഅദ് ഇബ്നു മുആദിനെ പോലെയുള്ളവരോടൊക്കെ ചോദിച്ചു. അൻസാറുകളിൽ നിന്ന് പ്രവാചകനോട് അവർ നൽകിയ ഓഫർ, താങ്കൾ സമുദ്രത്തിൽ ചാടാൻ പറഞ്ഞാലും താങ്കളുടെ കൽപ്പന ശിരസ വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സഅദ് ഇബ്നു മുആദൊക്കെ പറഞ്ഞു എന്ന്. 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 35-ാമത്തെ വയസ്സിൽ മരിച്ചു വിരിഞ്ഞ സഅദാണ്. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോഴാണ് ഇഹ്തസ്സൽ അർശ് ബിമൗതി സഅദ് എന്നാണ്, അർശ് കുലുങ്ങിപ്പോയി സഅദ് ഇബ്നു മുആദിന്റെ മരണം കൊണ്ട് എന്ന് ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 5 കൊല്ലാ ജീവിച്ചത്. 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കുക, 35-ാമത്തെ വയസ്സിൽ മരിച്ചു വിരിയുക, സ്വർഗം നേടിയെടുക്കാൻ പാകത്തിലേക്ക് ആ വിധാനത്തിലേക്ക് എത്തുക. നമ്മളൊക്കെ റമദാനും നോമ്പും തറാവിയും ഒക്കെ ആയിട്ട് കാലം എത്രയായി, അത്രത്തോളം കാമ്പും കാതലുമുള്ള കർമ്മങ്ങളുമായി പടച്ച റബ്ബിനെ കണ്ടുമുട്ടി റയ്യാൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുക. ഏതായാലും സഅദ് ഇബ്നു മുആദിനെ പോലെയുള്ളവരൊക്കെ പ്രവാചകന് സമ്പൂർണ്ണ സമർപ്പണം നടത്തി. തദ്ഹിയത്താണ്, ത്യാഗമാണ്. ഹിജ്റ 2-ാം വർഷമാണ് യുദ്ധത്തിന് പെർമിഷൻ കൊടുത്തതും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതും. നോമ്പ് നോറ്റുകൊണ്ട് ബദറിലേക്ക് പോകുകയാണ്. ആലോചിക്കണം, നമുക്ക് നോമ്പ് നോറ്റിട്ട് ഒരു 1.5 മണിക്കൂറുള്ള തറാവീക്ക് നമുക്ക് രാത്രിയിൽ പോകാൻ കഴിയില്ല. നോമ്പ് നോറ്റിട്ട് ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. നോമ്പ് നോറ്റ് അനന്തരമായി നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത് നമ്മൾ പല ന്യായങ്ങളും കണ്ടെത്തുകയാണ് എങ്കിൽ ത്യാഗത്തിന്റെ മേൽ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിന്റെ വഴിത്തിരിവാകുന്ന ബദർ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് തദ്ഹിയത്ത്, സന്ദേശമാണ്, സമർപ്പണം, ത്യാഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങൾ നിർണായക സമയത്ത് കാണിക്കും എന്നതിന്റെ കൃത്യമായ ഉത്തരം. അള്ളാഹിനോട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, നീ എങ്ങാനും ഈ കൊച്ചു സംഘത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നിന്നെ ആരാധിക്കുന്ന ആരും പിന്നെ ഇവിടെ ശേഷിക്കുകയില്ല എന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന കക്ഷം വെളിവാകുന്ന രൂപത്തിൽ പ്രവാചകന്റെ ചുമലിൽ നിന്ന് മുണ്ട് വീണു പോകുമ്പോൾ സിദ്ദീഖുൽ അക്ബർ വന്നുകൊണ്ട് അത് വീണ്ടും വീണ്ടും പ്രവാചകന്റെ കഴുത്തിലേക്ക് അങ്ങനെ അടുപ്പിച്ചു കൊടുക്കുന്ന രംഗം, അങ്ങനെ അത്രത്തോളം പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ സഹായം ലഭിച്ച് വിജയം വരിച്ചു. റമളാൻ, പ്രാർത്ഥനകൾ, പടച്ചറബിനോട് തേടൽ, ഇസ്ലാമിക ഉമ്മത്തിന്റെ സമകാലിക അവസ്ഥ, ആഗോള സമൂഹം, പലസ്തീൻ, അതേപോലെ തന്നെ ഉത്തരേന്ത്യ, ഹോളി, ഇങ്ങനെ പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊക്കെയുള്ള മാർഗം, അതിജീവനം, സംരക്ഷണം പല വിധത്തിലാണ് ഉണ്ടാകേണ്ടത്. തൗഹീദി ബോധം ഉണ്ടാകണം, തവക്കുൽ ഉണ്ടാകണം, തദ്ഹിയത്ത് ഉണ്ടാകണം, തഖ്വയുണ്ടാകണം, തഖ്തീത്ത് പ്ലാനിംഗ് ഉണ്ടാകണം. പ്ലൂരൽ സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കൂടെ ചേർക്കേണ്ടവരൊക്കെ ചേർത്ത് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടാൻ പാകത്തിലുള്ള ഇസ്ലാമിക ജീവിത വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തണം. ഇതൊക്കെ ബദർ നമ്മെ അറിയിക്കുകയാണ്. അതല്ലാതെ ബദർ ജീർണതയ്ക്ക് വേണ്ടിയല്ല, ആണ്ട് കഴിക്കാൻ വേണ്ടിയല്ല. അതിന്റെ 17-ന് പോത്തുവരവ്, ആടുവരവ്, ഫ്ലക്സൊക്കെ പിടിച്ചിട്ട് 313 ആടുവരവ്, ബദറുൽ കുബ്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും ഇസ്ലാമിക ചരിത്രത്തിന് അവർ ത്യാഗം സഹിക്കുക, നോമ്പ് വെൽക്കുക. നമ്മളിവിടെ 313 ആളുകൾ ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തതിന് ഓർക്കുന്നത് 313 ആടിനർത്തിട്ട്, 313 പോത്തിനർത്തിട്ട്. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. നോമ്പ് നിൽക്കാനും ത്യാഗം സഹിക്കാൻ റമളാന് നടത്തേണ്ടത്. പിന്നെ ബദരീങ്ങൾ ആലോചിക്കുമ്പോൾ തൗഹീദ് വർദ്ധിക്കാൻ, അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, സുന്നത്തിനോട് പ്രതിബദ്ധത കാണിക്കുകയാണ്. ഇതാണ് ബദരീങ്ങൾ കാണിച്ചത്. അല്ലാതെ ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബന, ഇതൊന്നും ഇസ്ലാമിന് പരിചയമില്ല. അങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ ബദരീങ്ങൾ വഴി തേടാൻ പറഞ്ഞിട്ടില്ല. ബദരീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്, അമീനുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന പേരിൽ അറിയപ്പെട്ട അബൂ ഉബൈദ മരിച്ചത് പ്ലാഗ് ബാധിച്ചുകൊണ്ടാണ്. ബദരീങ്ങളിൽപ്പെട്ട ബദറിൽപ്പെട്ട സഹാബിയാണ്.
അപ്പൊ അവരൊക്കെ അസുഖം ബാധിച്ച് മരിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവര് വഴി രോഗശമനം തേടുക എന്ന് പറഞ്ഞാൽ ബദരീങ്ങളിൽപ്പെട്ടവർ തന്നെ രോഗം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അവരിൽ വഴി അങ്ങനെ രോഗശമനത്തിന് തേടലും പ്രാർത്ഥിക്കലും ആഗ്രഹ സഫലീകരണ വഴിയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ പങ്കെടുത്ത നേതാവാണ്, യോദ്ധാവാണ്. എന്നാൽ പടയങ്കി അയൽപ്പക്കത്ത് പണയം വെച്ചിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. ഉമർ റളിയല്ലാഹു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അതിശയോക്തി കലർത്തിക്കൊണ്ട് ബദരീങ്ങൾ വായിക്കപ്പെടുന്നുണ്ട്, ജീർണതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും പതിപ്പിക്കുന്നുണ്ട്. റമദാനിലെ 10-16 ദിവസം നിർവഹിച്ച അനുഷ്ഠാന കർമ്മം ബദറിന്റെ റമദാൻ 17 രാത്രിയിൽ എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന രംഗങ്ങളൊക്കെ ഉണ്ടാകും. അതിനെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം, പ്രാമാണിക വായന നടത്തണം. റമദാനിൽ പ്രത്യേകം ബദരീങ്ങളെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന ഹദീസുകളൊന്നുമില്ല. പക്ഷേ ചരിത്രപരമായി നമ്മൾ ഓർക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ തൗഹീദും തവക്കുലും ഒക്കെ നേടിയെടുക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ പ്രാമാണികമായി പഠിക്കാനും മനസ്സിലാക്കുവാനും അങ്ങനെ തൗഹീദും തവക്കുലും ചരിത്രത്തിൽ നിന്നും ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഊർജം സംഭരിക്കാനും ഈ ഉമ്മത്തിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി അതുവഴി ഞങ്ങളുടെ സ്വർഗപ്രവേശനം നീ എളുപ്പമാക്കി തരയണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾ റമദാനിലാണ്, നോമ്പുകാരാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ്. അല്ലാഹുവേ, ഈ ഉമ്മത്തിൽ പ്രയാസപ്പെടുന്ന നിരവധി ആളുകൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികൾ അനേക ലക്ഷങ്ങൾ നാഥാ, അവർക്ക് നീ അതിജീവനം നൽകണമേ റബ്ബേ. പ്രതീക്ഷയുടെ റമദാനാക്കി തീർക്കണമേ നാഥാ. അല്ലാഹുവേ, ഫലസ്തീന്റെ മണ്ണിൽ ഇനിയും അരക്ഷിത സാഹചര്യത്തിന് കോപ്പുകൂട്ടുന്നവരുടെ കുതന്ത്രങ്ങളെ നീ തകർക്കണമേ റബ്ബേ. വന്നണഞ്ഞിട്ടുള്ള സന്ധി നീ അതിന്റെ നിലനിൽപ്പും തുടർച്ചയും ഉണ്ടാക്കി കൊടുക്കണമേ. ആ ജന്മനാടിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യ സാഫല്യം അവർക്ക് നീ നൽകണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്ന ആളുകൾ ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ ജീവിക്കുന്ന ഇടങ്ങളിൽ അല്ലാഹുവേ, അവർക്ക് അവരുടെ അവിവേകങ്ങൾക്ക് നീ അറുതി വരുത്തണമേ നാഥാ. അങ്ങനെയുള്ള വർഗീയ ധ്രുവീകരണ അരക്ഷിത സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ സംരക്ഷിക്കണമേ റബ്ബേ. ഇസ്സത്തോടുകൂടി, ഈമാനോടുകൂടി, തൗഹീദി ബോധത്തോടുകൂടി തസ്കിയത്തും തഖ്വയും പാധേയമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഉൽബുദ്ധരിൽ, സൽക്കർമ്മകാരികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾ രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്നവർ, ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവേ, നിന്റെ സവിധത്തിൽ നിന്ന് ശമനവും ആശ്വാസവും അവർ ആഗ്രഹിക്കുകയാണ് നാഥാ. അവർക്ക് നീ പൂർണ്ണ ശമനം കൊടുക്കണമേ, പൂർണ്ണ ശിഫായിലേക്ക് അവരെ എത്തിക്കണമേ. അവർ കഴിക്കുന്ന മരുന്നും ഭൗതികമായിട്ടുള്ള കരുതലും ആസൂത്രണവും അല്ലാഹുവേ, അവർക്ക് നീ ആ രോഗശമനത്തിന്റെ വഴി എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളെ, ഞങ്ങളുടെ കച്ചവടങ്ങളെ, ഉപജീവന വഴികളെ നീ കൂടുതൽ വിശാലമാക്കി തീർക്കണമേ റബ്ബേ. ഹലാലിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും ഹലാലിലൂടെ സമ്പാദിക്കാനും ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കാനും സന്മാർഗവും സന്മനസ്സും നീ നിലനിർത്തി തരയണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്